നമ്മൾ ദിവസവും ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഞാനിപ്പോൾ പറയാൻ പോകുന്ന രീതിയിൽ നിങ്ങൾ കഴിച്ചു നോക്കുക. നമ്മുടെ ഭക്ഷണത്തിന്റെ ഗുണം എന്നല്ല പറയുന്നത്, ഭക്ഷണവും മനസ്സും തമ്മിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. മിക്കവാറും എല്ലാ മാനസിക പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്. അത് ഡിപ്രഷൻ ആണെങ്കിലും ആൻസൈറ്റി ആണെങ്കിലും ഓവർ തിങ്കിങ് ആണെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനകത്തൊക്കെ ശരിക്കും മെഡിറ്റേറ്റ് ചെയ്താൽ മാറുന്നുള്ള ശരിയാണ്. പക്ഷെ മിക്ക ആളുകൾ പറയുന്നത് എങ്ങനെയാണ് മെഡിറ്റേറ്റ് ചെയ്യേണ്ടത്, മെഡിറ്റേഷന് സമയമില്ല, ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ നമ്മൾ മെഡിറ്റേഷനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ് അതിങ്ങനെ രാവിലെ എഴുന്നേറ്റ് നേരെ ഇരുന്നിട്ട് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതല്ല, നമ്മൾ ചെയ്യുന്ന ഏത് വർക്കിലും നമുക്ക് മെഡിറ്റേഷൻ കണ്ടെത്താൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഭക്ഷണം കഴിക്കുന്ന കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഭക്ഷണ രീതി എന്ന് പറയുന്നത് ഒരുമിച്ചാണ് കഴിക്കുന്നതെങ്കിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും, ഒറ്റക്കാണ് കഴിക്കുന്നതെങ്കിൽ കയ്യിൽ ഫോണും അത് റീൽ ഇങ്ങനെ തോണ്ടുകയും കഴിക്കുകയും ചെയ്യും. പലപ്പോഴും ഈ ഭക്ഷണത്തിന്റെ ടേസ്റ്റോ ഇതൊന്നും നമ്മളറിയില്ല. അതിന് പകരം ഭക്ഷണത്തിൽ മാത്രം നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, അത് ബിരിയാണിയോ കുഴിമന്തിയോ സാധാ മീൽസോ പൊറോട്ടയും ബീഫോ എന്തെങ്കിലും ആവട്ടെ, ആ കഴിക്കുന്നതിന് ഓരോന്നിന്റെയും ടേസ്റ്റ് മനസ്സിൽ കണ്ട് ചോറിൽ ഇത്തിരി മീൻ പൊരിച്ചതും ഒരു കഷ്ണം പപ്പടവും അതിനകത്ത് ഒരു ഇത്തിരി അച്ചാറൊക്കെ കൂട്ടി അത് കൂട്ടിക്കുഴച്ച് വളരെ സ്വാദ് മനസ്സിൽ കണ്ടുകൊണ്ട് വായിലിട്ട് ചവച്ചരച്ചെന്ന് ആ ഭക്ഷണം കഴിയുന്നത് വരെ മറ്റൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക. അത് ഒരു നേരമല്ല, ഈ എല്ലാ ദിവസവും ഒരു തവണ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അതൊരു മെഡിറ്റേറ്റീവ് ഫുഡിംഗ് എന്ന് വേണേൽ പറയാം, മൈൻഡ്ഫുൾ ഫുഡിംഗ് എന്ന് പറയാം. അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ തുല്യമാണ്. നമ്മുടെ ഫോക്കസ് വർദ്ധിക്കും, മൈൻഡ് ക്ലിയർ ആകും, നല്ല ശാന്തമായ മനസ്സ് കിട്ടുന്നതാണ്. പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്.